ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാനെന്ന വ്യക്തി കുറച്ച് ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്, പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു കഥയിലൂടെ അത് പറഞ്ഞു തുടങ്ങാം. ശ്രീബുദ്ധൻ അറിയാലോ എല്ലാവരും. ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഒരു ദിവസം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മദ്യപാനി ലക്ക് കേട്ട് അവിടെ വന്ന് അദ്ദേഹത്തെ കുറേ ചീത്ത വിളിച്ചു. ശ്രീബുദ്ധൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ഇത് കേട്ട് സഹി കെട്ടപ്പോൾ കൂട്ടത്തിലൊരു ശിഷ്യൻ ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു, തിരിച്ച് ചീത്ത വിളിക്കാൻ. എന്നാൽ ശ്രീബുദ്ധൻ ആളുടെ കൈ തടഞ്ഞിട്ട് അരുതേ എന്ന് വിലക്കി. ആ മദ്യപാനി പോയ സമയത്ത് ആ ശിഷ്യൻ എഴുന്നേറ്റ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കാതിരുന്നത്? ശ്രീബുദ്ധൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഒരാൾ നമുക്ക് സമ്മാനം തരികയാണെന്ന് കരുതുക, അത് തരുന്നതിന് മുമ്പ് ആരുടെയാണ്? ശിഷ്യൻ മറുപടി പറഞ്ഞു, ആ ആളുടെ. ശ്രീബുദ്ധൻ വീണ്ടും ചോദിച്ചു, എന്നാൽ അത് നമ്മൾ സ്വീകരിച്ചാൽ അതാരുടെയാവും? ശിഷ്യൻ മറുപടി പറഞ്ഞു, നമ്മുടെ. ശ്രീബുദ്ധൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, എന്നാൽ ആ സമ്മാനം തരുമ്പോൾ നമ്മളത് സ്വീകരിക്കാതിരുന്നാൽ അത് ആരുടെയോ? ശിഷ്യൻ മറുപടി പറഞ്ഞു, ആ തരുന്ന ആളുടെ. ഇവിടെയും അതാണ് സംഭവിച്ചത്. ആ ആൾ എന്നെ കുറേ ചീത്ത വിളിച്ച് എനിക്ക് സമ്മാനങ്ങൾ തരുന്ന പോലെ ചിന്തിക്കുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല, അപ്പോൾ അത് ആരുടേതായി? ശിഷ്യൻ മറുപടി പറഞ്ഞു, ആ ആളുടെ തന്നെ. ഇത് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. ആരെങ്കിലുമൊക്കെ നമ്മൾ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ വീഴാതെ ക്ഷമിക്കുക, അതിനൊരു ചവിട്ടുപടിയായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരികയാണ്, നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്, പറഞ്ഞു തരാം. അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് ദേഷ്യം വരുന്നത് ആ സ്ഥലത്ത് നിന്നും കുറച്ച് മാറി നിൽക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് നെഗറ്റീവ് എനർജി വരും ദേഷ്യം വരുമ്പോൾ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി അവിടെ വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തിയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആദ്യം ദേഷ്യം വരുന്ന സ്ഥലത്തിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ദേഷ്യം വരുമ്പോഴോ പ്രലോഭനങ്ങളിൽ പെടുമ്പോഴോ ഒന്നും മിണ്ടാതിരിക്കുക എന്നതാണ്. ആ സമയത്ത് നമ്മൾ പറയുന്ന വേർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് നിശബ്ദനാവുകയാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇനി മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. അതായത് ശരീരത്ത് ചൂട്, ദേഷ്യം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ചൂട് കൂടും. അതിനെ കുറയ്ക്കാനായിട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് തണുക്കും. ആ ദേഷ്യമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പറയേണ്ട കാര്യം നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദേഷ്യം കുറയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.